ഹായ് ഗായ്സ് വെൽക്കം. എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇപ്പോൾ 11 ഡയാലിസിസ് ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ബോഡിയിലുള്ള ചേഞ്ച് എന്താണെന്ന് ഞാൻ പറയാം. രണ്ടാമത്തത് ബയോപ്സി എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. ബയോപ്സി എടുക്കാൻ കൊടുത്ത കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ല. ഈ അസുഖം പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് ബയോപ്സി എടുത്ത് നോക്കാം, എങ്ങനെയാണ് കാര്യങ്ങളെന്ന്, കിഡ്നിയുടെ വർക്കിങ്ങും എന്തുകൊണ്ടാണ് ഈ രോഗം വന്നതെന്ന് അറിയാനും നമുക്ക് ബയോപ്സിയുടെ റിസൾട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയാലിസിസിലോട്ട് വരാം. ഡയാലിസിസ് ഇപ്പോൾ 11 ഡയാലിസിസ് ആണ് എനിക്ക് കഴിഞ്ഞിരിക്കുന്നത്. 11 ഡയാലിസിസ്, ഫസ്റ്റ് ഡയാലിസിസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 64 കിലോ ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 10 ഡയാലിസിസ് ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 3 ആഴ്ച, 4 ആഴ്ച ആയിട്ടില്ല. 3 ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് 64-ൽ നിന്ന് ഞാനിപ്പോൾ ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത് 56 കിലോ ആണ്. അപ്പോൾ അതിന് എനിക്ക് ഡോക്ടർ എന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ എന്നോട് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന അല്ലെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ എക്സസ് നമ്മുടെ ശരീരത്തിൽ തന്നെ കിടക്കും, യൂറിനിൽ കൂടെ പോകാണ്ട്. അപ്പം അത് ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ അത് മാക്സിമം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. അപ്പം നമ്മുടെ ഡ്രൈ വെയിറ്റ് ആണ് ഈ 56 എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ വെള്ളമൊക്കെ പോയിട്ടുള്ള വെയിറ്റ് ആണ് 56 എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ശരീരം ഓൾറെഡി ഈ ഡയാലിസിസിലൂടെ വെള്ളം മാത്രമല്ല, നമ്മൾ ഓൾറെഡി ക്ഷീണിക്കും. പിന്നെ ബയോപ്സിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട റിസൾട്ട് തന്നെയാണ്. നമുക്ക് ഇനി മുമ്പോട്ടുള്ള എന്ത് കാര്യമാണ് തീരുമാനിക്കുന്നതെങ്കിൽ ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഈവൻ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ പോലും, ഇനി അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ബയോപ്സിയുടെ റിസൾട്ട് വന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.